നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിവിവരങ്ങളും ഫോൺ നമ്പറും ഉൾപ്പെടെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശമുണ്ട്. നമ്മുടെ ജോലി, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കൾ എന്തു ചെയ്യുന്നു എന്നൊക്കെ അവർ വിശദമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ മകനോ മകളോ ലഹരി കേസിൽ പിടിയിലായെന്ന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഫോൺ കോളുകൾ വരാം. നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന രീതിയിൽ CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വിളിയെത്താം. യാക്കോബായ സഭയിലെ ഒരു മെത്രാപ്പോലിത്തയെ കബളിപ്പിച്ച് പണം തട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ പോലും ഈ കെണിയിൽ വീഴാം. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെയാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചതെങ്കിൽ സൈബർ തട്ടിപ്പുകാർ അൻവർ സാദത്ത് MLA വീട്ടിലുമെത്തി. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നിങ്ങളുടെ മകൾ ലഹരി കേസിൽ പിടിയിലായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരുമൊന്നും ഭയന്നു പോകും. സമാനമായ രീതിയിലാണ് ആലുവ MLA അൻവർ സാദത്തിന്റെ കുടുംബത്തെ കബളിപ്പിക്കാൻ സൈബർ തട്ടിപ്പ് സംഘം ശ്രമിച്ചത്. മകൾ ലഹരി കേസിൽ ഡൽഹി പോലീസിന്റെ പിടിയിലായെന്ന വ്യാജ സന്ദേശം നൽകി MLA ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യം ഭയന്നുപോയ കുടുംബം മകളെ ഫോണിൽ വിളിച്ചതോടെ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. MLA പരാതിയിൽ എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 11-നാണ് MLA ഭാര്യയുടെ ഫോണിലേക്ക് വാട്സാപ്പ് കോൾ വന്നത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥ വേഷത്തിലുള്ള ചിത്രമാണ് പ്രൊഫൈൽ ചിത്രമായി ഉണ്ടായിരുന്നത്. മകൾ മയക്കുമരുന്നുമായി ഡൽഹി പോലീസിന്റെ പിടിയിലായെന്ന് ഹിന്ദിയിൽ അറിയിച്ചു. മകളുടെ പേര് കൃത്യമായി പറഞ്ഞ വ്യാജ പോലീസുകാരൻ മകൾ എവിടെയാണ് പഠിക്കുന്നതെന്നും ഇതിനിടയിൽ ചോദിച്ചു. ഇതോടെ സ്തംഭിച്ചുപോയ MLA ഭാര്യ ആലുവയിൽ സ്വകാര്യ ചടങ്ങിലായിരുന്ന അൻവർ സാദത്തിനെ വിളിച്ചറിയിച്ചു. 15 മിനിറ്റിനു ശേഷം മകളെ ബന്ധപ്പെട്ടു. ക്ലാസ്സിലായിരുന്നുവെന്ന് ഉറപ്പായതോടെയാണ് പോലീസ് പിടിയിലായെന്ന സന്ദേശം വ്യാജ പോലീസിന്റേതാണെന്ന് ബോധ്യമായത്. എന്റെ വൈഫിന് ഇന്നലെ ഒരു 10:45-10:50 സമയത്ത് ഒരു ഫോൺ വരെയാണ്. ഡൽഹി പോലീസാണെന്നും പറഞ്ഞാണ് ഫോൺ വന്നത്. ഫോൺ വന്ന് എന്നിട്ട് അപ്പൊ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ മകളുടെ പേര് ഇന്നല്ലെന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തിരിക്കുക, നിങ്ങളുടെ മകളെ എന്താണ് ഡൽഹിയിൽ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സ്ഥലത്ത് പഠിക്കുകയെന്ന് പറഞ്ഞു. അത് ചോദിച്ചിട്ട് നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തേക്കാണ്. അപ്പൊ വൈഫ് അറിയാവുന്ന രീതിയിൽ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴും വൈഫ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി വൈഫ് ആകെ പാനിക്കായി, വലിയ പ്രയാസമായി. അവള് പിന്നെ ഇവരെന്തോ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഞാൻ ഇതൊക്കെ വൈഫിനോട് അയച്ചു തന്ന് ഞാൻ അപ്പൊ തന്നെ സൈബർ സെല്ലിൽ കൊടുക്കാൻ വേണ്ടി ആലുവ CIക്ക് കൊടുത്തു. അവരപ്പോ സൈബർ സെല്ലിൽ കൊടുത്തു. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. സംഭവത്തിൽ അൻവർ സാദത്ത് MLA പരാതിയിൽ ജില്ലാ പോലീസിന്റെ കീഴിലുള്ള സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജെറി അമൽദേവിനെ കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ച സൈബർ തട്ടിപ്പ് സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. News 18 കൊച്ചി.